അത് ചെറിയ ഉള്ളി തന്നെയാ. കുട്ടാപ്പി, ഇങ്ങനെയാണ് മനുഷ്യന്മാരെ പേടിപ്പിക്കുന്നത്? ഇവൾക്കെങ്ങാനും പനി പിടിച്ചിരുന്നെങ്കിലോ പേടിച്ചിട്ട്? കുട്ടാപ്പി, നീ വന്നപ്പോ തന്നെ ഇങ്ങനെയാണോ? ഇതുവരെ നീ ഉണ്ടായിരുന്നില്ല. എത്ര സമാധാനത്തോടെയായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത് ഞങ്ങള്. ഇപ്പൊ ആരും ഫാനൊന്നും ഇടണ്ട കേട്ടോ. ഉള്ളിത്തോലൊക്കെ കാറ്റിൽ പറക്കും. ഇതെന്താടാ? ഇതെന്ത് സോങ്ങാ കുട്ടാപ്പി ഈ പാടുന്നത്? ഞാൻ സിനിമാ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അല്ല, നീ ഇപ്പൊ ഈ സിനിമാ പാട്ട് ഇവിടെ പാടുന്നെന്തിനാ? ആ, പാട്ട് പാടിക്കൊണ്ടിരുന്നാ മതി, പഠിക്കൊന്നും വേണ്ട. നിനക്ക് ഞാൻ ഉള്ളി തള്ളുന്ന സമയത്ത് തന്നെ ഫാൻ വേണം അല്ലേ? ഇനി ഫാൻ ഇട്ടോട്ടോ. കുട്ടാപ്പി, കുട്ടാപ്പി, നീ ഇവിടെ ഉണ്ടോ? നിനക്ക് എത്ര സമയമായി ഞാൻ ഫോൺ ചെയ്യുന്നു? എന്താ ഫോൺ എടുക്കാത്തത്? വാ, നമുക്ക് കളിക്കാൻ പോവാം. വേഗം പോയി പറഞ്ഞിട്ട് വാ. എന്തിനാ വീട്ടിലോട്ടൊക്കെ വിളിച്ചോണ്ട് വരുന്നത്? എന്തായാലും ഇവിടെ ഒരു പെങ്കൊച്ചല്ലേ ഉള്ളതല്ലേ? ഇനി ആരും ഈ വീട്ടിലേക്ക് ആരുടെയും ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് വരരുത്, കേട്ടല്ലോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് സംസാരിച്ചിട്ട് വന്നാൽ മതി, കേട്ടല്ലോ?
വലിയവരെന്നുള്ള ഒരു വിചാരം തനിക്കില്ലല്ലോ. എന്തുവാടോ വലിയ ആൾക്കാരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഉം? ഒരു മര്യാദയൊക്കെ വേണ്ടേ സംസാരിക്കുന്ന സമയത്ത്? പോടാ, പോയെ, പോയെ, വീട്ടിലോട്ട് പോയെ. ചേട്ടൻ ആരാത് പറയാൻ? വീട്ടിൽ പോയില്ലെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും? പോയില്ലാന്നാണോ വീട്ടിലോട്ട്? എന്നെ ദേഷ്യം പിടിപ്പിക്കല്ല. മൂത്തവരെ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ലാന്ന് എനിക്കറിയില്ലേ? എന്റെ ദേഷ്യത്തെ എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നീ പോകുന്നില്ലെങ്കിൽ പോണ്ട, ഞാനിവിടെ നിന്ന് പോന്നു. ഇവിടെ നിന്നാലേ ചിലപ്പോ ദേഷ്യം കൊണ്ട് ഞാൻ വല്ലതും ചെയ്താലോ. നാളുകൾ കഴിയുന്തോറും ചെറിയ കുട്ടികൾക്ക് പോലും എന്നോടൊരു റെസ്പെക്ട് ഇല്ലാതെ. വഴിയുണ്ട്, എന്തേലും ചെയ്യണം. ഇല്ലെങ്കിലേ ഇവര് എന്റെ തലയിൽ